പ്രത്യേകിച്ച് ആദർശങ്ങളോ ആശയങ്ങളോ തത്വദീക്ഷയോ ഇല്ലാത്തൊരു പ്രസ്ഥാനമായി കോൺഗ്രസും UDFും അധപ്പതിച്ചിരിക്കുകയാണ്. അധികാരമുണ്ടെങ്കിൽ മാത്രം, അധികാരത്തിനുണ്ട് വടംവലിയാണ്. നമ്മൾ കാണുന്നുണ്ട് ഇവിടെ സമരാഗ്നി. എവിടെയാണ് അഗ്നി പടർന്നത്? കേരളത്തിലല്ല. അവരുടെ മുറിക്ക് അവരുടെ അകത്താണ് അടി നടന്നത്, അവരുടെ യോഗ സ്ഥലങ്ങളിലാണ് അടി നടന്നത്. അവരുടെ പ്രസിഡന്റും അവരുടെ പ്രതിപക്ഷ നേതാവും തമ്മിലാണ് അഗ്നി ജ്വാല ഉയർന്നത്. അല്ലാതെ നാട്ടുകാരൊരു അഗ്നി ജ്വാലയും കണ്ടില്ല, ഒരു ജ്വാലയും കണ്ടില്ല. ഞാൻ എന്നോട് ചോദിച്ചപ്പോഴേ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു ഇത് അവരുടെ ഉള്ളിലുള്ള ജ്വാലയായിരിക്കും, അല്ലാതെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് ഇതിന് തീ പിടിക്കും എന്ന് പറഞ്ഞു. ഞാൻ കൈരളിയുടെ ലേഖകൻ മുഖ്യമന്ത്രി പങ്കെടുത്ത കൊല്ലത്തെ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ രാജ്കുമാർ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് അഗ്നി സമരജ്വാല. ഞാൻ പറഞ്ഞു നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവിടെ അഗ്നി പടരുമെന്ന് പറഞ്ഞു. ഇന്ത്യൻ ഭാരതത്തിൻ്റെ അഭിമാനമായ ദേശീയ ഗാനം വായ്ക്കുരുചിയായിട്ട് പാടാനറിയാത്ത മണ്ടന്മാരുടെ മുന്നണിയും പാർട്ടിയുമായി ഇത് അധപ്പതിച്ചു എന്ന് പറയാം. അവരാണോ പാർലമെൻറ്റിൽ ഭരണഘടന രക്ഷിക്കാൻ പോകുന്നത്? ദേശീയ ഗാനം നേരെ പോയി പാടാനറിയാത്ത ഇവരാണോ പാർലമെൻറ്റിൽ ഭരണഘടനയെ രക്ഷിക്കാൻ പോകുന്നത്? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയും മതേതരത്വവും നടക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ആദ്യം ദേശീയ ഗാനമെങ്കിലും മിനിമം പഠിക്കുക. പള്ളിക്കുടത്തിൽ പോയാലും കുഴപ്പമില്ല, ദേശീയ ഗാനമെങ്കിലും മിനിമം പഠിച്ചാൽ നല്ലത്. കോൺഗ്രസിൻ്റെ വളരെ മുതിർന്ന നേതാവാണ് ദേശീയ ഗാനം പാടി. അപ്പോൾ താഴോട്ടുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? ഈ ദേശീയ ഗാനത്തിന് പകരം വല്ല ലജ്ജാപതിയെ എന്നുള്ള പാട്ട് പാടുമോ എന്ന പേടി മാത്രമേ ഇപ്പം നമുക്കുള്ളൂ. കാരണം അത്രത്തോളം ഇത് ആരാ മുഖ്യമന്ത്രിയാവാൻ നടക്കുക? എല്ലാവർക്കും ആവണം. ശശി തരൂരിന് മുഖ്യമന്ത്രിയാകണം, സുധാകരന് മുഖ്യമന്ത്രിയാകണം, സതീശന് മുഖ്യമന്ത്രിയാകണം, പിന്നെ മിണ്ടാതിരിക്കുന്ന പലരുമുണ്ട്. ഇവിടുന്ന് പാർലമെൻറ്റിൽ മത്സരിക്കുന്ന ആളിന് പോലും ആയാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാവരും കൊതിയന്മാരുടെ ഒരു മുന്നണിയായി ഇത് മാറി. അവരുടെ കാര്യത്തിനപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലാത്ത UDFിനെ ഒരു കാരണവശാലും പാർലമെൻറ്റിലേക്ക് നമ്മൾ ശക്തമായി നേരിടാൻ കഴിയണം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പണസമ്പത്തിൻ്റെ, നമ്മൾ ഇന്ത്യ ഈ മഹാരാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്താണ് BJP ഇന്ന് ആർജിച്ചു വച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജനങ്ങളെ കാണാൻ വരുന്നത് 2.5 കോടി രൂപയുടെ കാറിലാണ് എന്ന് മറക്കരുത്. പോഷെ കമ്പനിയുടെ 2.5 കോടി രൂപയുള്ള കാറിലാണ് തൃശ്ശൂരത്തെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ആദ്യമായി എത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പണത്തിൻ്റെ കൊഴുപ്പാണ് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനും പാർട്ടിക്കും. പണത്തിൻ്റെ കൊഴുപ്പാണ്. കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്നാലും ശമ്പളം വാങ്ങിച്ചില്ലെങ്കിലും പെൻഷൻ വാങ്ങിച്ചില്ലെങ്കിൽ അവർക്കൊന്നുമില്ല. ശ്രീ ബാലഗോപാൽ ഈ വേദിയിലുണ്ട്, ധനകാര്യമന്ത്രിയാണ്. നമുക്ക് കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുത്താൻ ജനാധിപത്യ വ്യവസ്ഥയിൽ സമരം ചെയ്തു, എന്നിട്ടും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ബഹുമാന്യമായ സുപ്രീം കോടതിയെ നമ്മൾ സമീപിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് എന്നാണ്.